സോ ഗൈസ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതിൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കോഡ് ബിൽഡിങ്ങിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പൊ കുറെ അധികം ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് പാർട്ട് 2 വീഡിയോ ഇറക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ പാർട്ട് 2 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഗെയിം പ്ലേ വീഡിയോ ഒക്കെ കാണിച്ചു തരാമെന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു പാർട്ട് 1 ആ ഒരു സ്കോഡ് ബിൽഡിംഗ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ഫോർമേഷൻ അല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിവിഷൻ റാങ്കിന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക്, അതായത് ഡിവിഷൻ റാങ്ക് പുഷിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോഡ് ബിൽഡിങ്ങും അതുപോലെ തന്നെ അതിന്റെ ഒരു ഫോർമേഷനും അതുപോലെ തന്നെ ഗെയിം പ്ലേയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ് ഏതായാലും ഞാൻ ഒരിക്കലും ഐക്കോണിക് അല്ല, എപ്പിക് പ്ലെയറിനെ വെച്ചിട്ട് പോകുന്നില്ല. കാരണം എല്ലാവർക്കും എപ്പിക് പ്ലേയേഴ്സ് ഉണ്ടാകണമെന്നില്ല. എൻ്റെത് F2P സ്കോഡ് ആണെങ്കിൽ പോലും ഞാൻ കുറച്ച് നമ്മുടെ 2 പ്ലേയേഴ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി 2 പ്ലേയേഴ്സ് നമുക്ക് ഫ്രീ ആയി കിട്ടിയത് തന്നെയാണ്. ബാക്കി 100 കോയിൻസിലും ഫ്രീ ട്രയലൊക്കെ കിട്ടിയ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇതിൽ. പക്ഷെ ഞാൻ ഫുൾ നമ്മുടെ ഒരു എന്താ പറയുക ഫീച്ചർ കാർഡ് വെച്ചിട്ട് പോകാൻ പോവാണ്. അതായത് ഈ സ്കോഡിനെ ഞാൻ ഫുൾ മാറ്റിയിട്ട് എല്ലായിടത്തും ഉള്ള പോലത്തുള്ള പ്ലേയേഴ്സിനെ വെച്ച് കളിക്കാനായിട്ട് പോവാണ്. അതും ഡിവിഷനത്തെ ഒരു മാച്ച് കളിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡിവിഷനത്തെ ആ ഒരു എന്താ പറയുക അറ്റാക്കിങ് ആണെങ്കിൽ ഡിഫൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ എന്തായാലും ഞാൻ സ്കോഡൊന്നും സെറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. സോ ഗൈസ് എന്തായാലും നമ്മൾ മാക്സിമം സ്കോഡ് ഫുൾ ഫീച്ചേർഡ് കാർഡ് ആക്കിയിട്ടുണ്ട്. പിന്നുള്ള 2 എന്താ പറയുക എപ്പിക് കാർഡുകൾ വന്നിട്ട് നമ്മുടെ ഫ്രീ ആയി കിട്ടിയിട്ടുള്ള പ്ലേയേഴ്സിന് ഡിഡേ ആണെങ്കിൽ നമുക്ക് ഫ്രീ സ്പിന്നിങ് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കോസ്റ്റക്കോട്ട ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പ്ലെയർ തന്നെയാണ്. അതുകൊണ്ട് ഏകദേശം എല്ലായിടത്തും 6 പ്ലെയർ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ റൈറ്റ് ബാക്ക് നോക്കുകയാണെങ്കിലും എല്ലായിടത്തും ഉള്ള ഒരു പ്ലെയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്കോഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസിലുണ്ട്, പക്ഷെ അവനെ ഇറക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കളിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി റിലേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഓപ്പോണന്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഈ ഒരു ഫീച്ചർ സ്കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സാധാ F2P സ്കോഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സോ അതായത് നമ്മുടെ കറന്റ് ഓപ്പോണന്റ് പറയുന്നത് ഡിവിഷൻ 2 പ്ലെയർ ആണ്. കുറെ ഒരു ആൾക്കാർ കുറെ പ്ലേയേഴ്സിനൊക്കെ ഡിവിഷൻ പുഷ് ചെയ്യാൻ നല്ല രീതിക്ക് ടഫാന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഗൈസ് നിങ്ങൾ കീപ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും ഡിവിഷൻ ടോപ്പിൽ എത്താനായിട്ട് പറ്റും. സോ എന്തായാലും നമുക്ക് ഏകദേശം എല്ലായിടത്തും ഉള്ളൊരു പ്ലേയേഴ്സിനെ നമ്മൾ ഇറക്കാനായിട്ട് നോക്കുന്നത്. സബില് നമ്മുടെ ഉള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ ഇൻസാഗിയും ഫാൻ ബസിനെ കാണാം, പക്ഷെ നമ്മൾ ഇവിടെ ഇതിനെ ഇറക്കുന്നില്ല. സോ അതിന്റെ കാര്യം നമുക്ക് ഇതിനും കൂടി ഇറക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിനെ നമ്മൾ ഇറക്കുന്നുണ്ട്, എല്ലായിടത്തും ഉള്ള ഒരു പ്ലേയേഴ്സിന്. സോ എല്ലാവർക്കും അറിയുന്ന പോലെ ആങ്കർമാന്, ബിൽഡപ്പ്, ഡിസ്ട്രോയർ, അങ്ങനെ ബേസിക് ആയിട്ടുള്ളതാണ് നമ്മൾ സ്കോഡ് ബിൽഡിങ് പറഞ്ഞിട്ട് ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ പ്ലേയേഴ്സിനെ നിർത്തണം എന്നുള്ളത്. സോ നമുക്ക് കൗലമാനി ടോപ്പ് ഫോം ആണ്. അപ്പൊ കൗലമാനിനെ ഇറക്കാം എന്തായാലും. ഇസ്കോന്റെ അവിടെ നമുക്ക് കിമ്മീച്ചിനെ കൊണ്ടുവരാം, അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഏകദേശം നമ്മുടെ ഓപ്പോണിന്റെ സ്കോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉള്ളൊരു സ്കോഡാണ്, അതായത് ഈ ഒരു സ്കോഡ് വെച്ച് നോക്കുമ്പോൾ. സോ ഗൈസ് എന്തായാലും നമുക്ക് കറന്റ്ലി മാച്ചിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഈ ഡാഷ് ഡ്രിബിൾ ഒഴിവാക്കുക. നിങ്ങൾ ഡാഷ് ഡ്രിബിൾ എപ്പോഴൊക്കെ ചെയ്യുന്നു അപ്പോഴൊക്കെ ബോൾ ഗൈസ് കണ്ടില്ല, ഇതാണ് നമ്മുടെ ഫേക്ക് ഷൂട്ട് ആൻഡ് ഷോട്ട്. ഈ സ്കോഡ് ഈ ഒരു ബിൽഡപ്പ്, അതായത് ഈ ഒരു ഗോളിലേക്ക് വരാനുള്ള ഒരു ടെക്നിക്സ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ കണ്ടാൽ മനസ്സിലാവും. ഫ്രീ ആയിട്ടുള്ള പ്ലേയേഴ്സ് എവിടെയുണ്ടോ അവിടെ മാത്രം. ഇവിടെ നമ്മൾ ഡാഷ് ഉപയോഗിച്ച് റൺ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഡാഷ് ഉപയോഗിച്ചിട്ട് എപ്പോൾ റൺ ചെയ്യുന്നു അപ്പോൾ അവിടെ ബോൾ പോകും. അങ്ങനെയാണ് ഇങ്ങനെ ഈ ഡിവിഷൻസിൽ വരുമ്പോൾ. നമുക്ക് അതിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഡാഷ് ചെയ്തിട്ട് ഓടിയാൽ അവർ ചിലപ്പോൾ ബോൾ എടുക്കത്തില്ല, അതും ബിഗിനറിലൊക്കെ. അപ്പോൾ കറക്റ്റ് പൊസിഷനിലാണ് നമ്മൾ സ്ട്രൈക്കേഴ്സ് നിന്ന് വെച്ചാൽ ഒരു അടിപൊളി ഗോളാവും. ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്രീ ആക്കി കൊടുത്തു റാഫിനിക്ക്, പക്ഷെ എനിക്കിവിടെ ക്ലോസ് ഇടാനുള്ള ടൈം ഇല്ല. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതാ അനദർ റണ്ണ് കണ്ടോ, ആ ഒരു ബിൽഡപ്പിനെ എടുത്ത് കണ്ടോ. ഒരു പ്ലെയർ റൺ ചെയ്യാൻ വേണ്ടി അത്ര ഞാൻ വെയിറ്റ് ചെയ്യും, ഹോൾഡ് ചെയ്യും ബോൾ. നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ബോൾ മാക്സിമം നിങ്ങളുടെ കാലിൽ കൺട്രോൾ വയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബോൾ മിസ്സാവും. പിന്നെ ഇതുപോലത്തുള്ള മിസ് പാസ് ഒഴിവാക്കുക. ഡിഫൻസിലൊക്കെയാണ് ബോൾ വെച്ചാൽ നിങ്ങൾ മാച്ച് അങ്ങനെ ഫുൾ ടൈം ക്ലിയർ ഒന്നുമില്ല. നിങ്ങൾക്ക് ഡിഫൻസിൽ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് പാസ് ഇട്ട് പോവുക, ഇല്ലെങ്കിൽ ക്ലിയർ, അതാണ് ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് ഒരു ഗോൾ കൺസിഡർ ചെയ്യും. ഞാൻ ടൂർണമെന്റിൽ ഇന്നലെ അടക്കം ഒരു സംഭവം ചെയ്തോളൂ. കണ്ടോ, ഞാനിപ്പോൾ ക്ലിയർ അറിയാതെ ചെയ്തതാ. എന്നിട്ട് ഞാൻ ഫേക്ക് ഷൂട്ട് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പക്ഷെ ആയില്ല. ഇനി ഇത് എനിക്കൊരു ഡേഞ്ചറായി മാറും ഈ ഒരു ക്ലിയറൻസ്. കാരണം ഇതൊരു കോർണറാണ്. കോർണറിൽ പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കോർണറിൽ ഡിഫെൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്.
കണ്ടോ, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ഒരു സില്ലി മിസ്റ്റേക്ക്. ആ ക്ലിയറൻസ് ശരിക്കും ഞാൻ അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതേ ഇല്ല, പക്ഷെ ചൗമിനി അവിടെ ചെയ്തു. Whose goal is that? Big deflection. That's one for the dubious goals panel. And that is പൗരമാനെ. അപ്പൊ എന്തായാലും അവിടെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ബിൽഡപ്പ് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ഓരോ ഗോൾ വരുമ്പോഴും ആ ഒരു ബിൽഡപ്പ് എങ്ങനെയാ വന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, ബാക്ക് ചെയ്യുക, ഒന്നുകൂടി വാച്ച് ചെയ്യുക, എന്നിട്ട് അങ്ങനെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഡിഫൻസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് ഈ ബോൾ ബാക്കിൽ നിർത്തി കളിക്കുന്നതും പ്ലസ് നിങ്ങൾ ഈ ഡിഫൻസിനെ ഒരിക്കലും ഫോർവേഡിലേക്ക് കൊണ്ടുവരരുത്. ഇതൊരു മിസ് പാസ്സാ. ഇനി റാഫീന റൺ എടുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഓരോരുത്തർ റൺ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്ത് സ്ലോ ആയിട്ട് ബിൽഡപ്പ് ചെയ്താൽ നമുക്ക് ബോൾ കൺട്രോളിൽ വയ്ക്കുകയും ചെയ്യാം, പ്ലസ് ഗോൾ സ്കോറിങ് ചെയ്യാം. നമ്മൾ വലിയ ഷോട്ട്സോ വലുതായിട്ടൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് ഗോൾ ഇടുന്നത്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എല്ലാവരും നല്ല ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു. സ്റ്റിൽ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താം. കാരണം ചിലപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നമ്മുടെ ഗെയിം ചേഞ്ചർ ആവുക. നമ്മളിപ്പോൾ ലോസിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു സൂപ്പർ സബിനെ ആയിരിക്കാം ഏറ്റവും നല്ലത്. ഇപ്പോൾ അറ്റാക്കിങ്ങിൽ ഇട്ടുണ്ട്, സ്റ്റിൽ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം, കാരണം ടൈമുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഡിഫൻസിലിട്ടാൽ ആ ഒരു ഗോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിപ്പോൾ ഒരു ഗോളും കൂടി സ്കോർ ചെയ്യാൻ ശ്രമിക്കണം, എന്നിട്ട് നമുക്ക് ഡിഫൻസ് എന്താണെന്ന് വെച്ചിടാം. അതുപോലെ എനിക്ക് പാസിങ് ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് പാസിങ്, കാരണം അത് കൗണ്ടർ അറ്റാക്ക് ഒക്കെ എനിക്ക് മാറ്റാം. ഇതുണ്ടോ, സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു പാസിങ്ങിലൂടെ ഫുൾ ബിൽഡപ്പിലൂടെ ഞാൻ അവിടെ ഒരു ക്വിക്ക് കൗണ്ടർ, അതായത് ലോങ് ബോൾ കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അവിടെ ഒരു ക്വിക്ക് കൗണ്ടർ ആയിട്ടാണ് വന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന കോച്ച് വന്നിട്ട് ഗ്യാസ്പ്രീനിയാണ്. എനിക്ക് നല്ല രീതിക്ക് പെർഫോമൻസ് തരുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, കാരണം 500 കോയിനോട്. അത് നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോയിൻ കളക്ട് ചെയ്തിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു കോച്ചാണ് ഗ്യാസ്പ്രീനി. നിങ്ങൾക്ക് ഇപ്പോൾ വന്ന ഈ ഇടയ്ക്ക് വന്ന ഇവന്റിൽ തന്നെ 150 കോയിൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ വീക്കിലും കളക്ട് ചെയ്യാം, എന്നിട്ട് ടൈം ഉണ്ട് കളക്ട് ചെയ്യാനുള്ളത്. And here's the chance to counter. Alexander-Arnold. Mbappe. അതൊരു നല്ലൊരു ചാൻസ് ആയിരുന്നു, പക്ഷെ ഫസ്റ്റ് ടൈം പാസ് ഇട്ടില്ല എംബാപ്പെ. അതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു ഫോർത്ത് ഗോൾ വരാണ്ടായത്. നിങ്ങൾ മാക്സിമം മിസ് പാസ് ഒഴിവാക്കുക, പെർഫെക്റ്റ് ആയിട്ടുള്ള പാസ് ഇട്ട് കളിക്കുക, സ്ലോ ബിൽഡപ്പ് ചെയ്യുക. ഡാഷ് ട്രിപ്പിൾ വേണ്ട. ഡാഷ് ഇട്ട് ഓടിക്കഴിഞ്ഞാൽ അത് സീനാണ്. എങ്ങനെ പോയാലും ഡിഫൻഡർ പ്രഷർ ചെയ്ത് വന്നാൽ ആ ബോൾ എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ സ്ലോ ബിൽഡപ്പ് ആണെങ്കിൽ പ്രഷർ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഡ്രിബിൾ ചെയ്ത് ഒഴിവാക്കുകയോ പാസ് ഇട്ട് ഒഴിവാക്കുകയോ ചെയ്യുക. എന്നിട്ട് ആ പ്രഷർ ചെയ്ത് വന്ന ഡിഫൻഡർ ആ പൊസിഷനും കൂടി ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ടൊരു ചാൻസാണ്. അതാണ് നമ്മുടെ സ്ലോ ബിൽഡപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ഗോൾ സ്കോറിങ്ങിൽ കമ്മി, അതായത് നമ്മളിപ്പോൾ ലീഡ് കുറവിലാണ്, ഇപ്പോൾ അവർ ലീഡിലാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഗോൾ ഇടാം. ഡാഷ് ട്രിപ്പിളൊക്കെ നമുക്ക് അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആ ടെക്നിക്ക്. ഞാനിപ്പോൾ ഹോൾഡ് ചെയ്തു, എൻ്റെ ഡിഫൻസിനൊക്കെ ഞാൻ ഹോൾഡ് ചെയ്തിട്ടാണ് ഇവിടെ ബോൾ റിസീവ് ചെയ്തത്. കാരണം എനിക്കറിയാം അവിടെ എത്ര പാസിങ് ഓപ്ഷൻ ഞാൻ ക്ലോസ് ചെയ്തിട്ടാണ്. ഇതൊക്കെ ഫസ്റ്റ് ടൈം ബോൾ നിങ്ങൾ പാസ് ഇടാണെങ്കിൽ ഒരു നല്ല ചാൻസ് ആയിരിക്കും. അതാ പ്രഷർ ആയും പോകുന്നില്ല, പ്രഷർ ആയും പോയാൽ എൻ്റെ ഡിഫൻസ് അവിടെ നിന്ന് പോകും. സോ ഗൈസ്, ഇങ്ങനെയാണ് ഒരു സ്ലോ ബിൽഡപ്പ് പ്ലസ് നിങ്ങൾക്ക് ഒരു ഡിവിഷനിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു രീതി. സോ അതിൽ ഒരു മാച്ചിൽ നിങ്ങൾക്ക് ഫുള്ളായി പറഞ്ഞ മാച്ചിൽ നമുക്ക് ഒരു മാച്ച് കൂടെ നോക്കാം. സോ ഗൈസ്, ഇന്നലെ നമുക്ക് അടുത്തൊരു ഓപ്പോണന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഡിവിഷൻ 2 ആണോ 1 ആണോ നോക്കാം. ഓക്കെ, ഡിവിഷൻ 2 ഓപ്പോണന്റ് ആണ് പലസ്തീൻ. സോ നമ്മുടെ വാൻഡിക്ക് പോകോട്ടെ, നമുക്ക് ഡിലേറ്റിന് വെക്കാം. പ്രാവശ്യം വേണ്ട, റൊട്ടീൻ നോട്ടെ.
ഓക്കെ ഫോം ഉണ്ട്. യോക്കർസ് ഇത്തിരി കൂടി ഹെവി ആയതുകൊണ്ടാണ് ഞാൻ കൗലോമാനിങ് ഇറക്കുന്നത്. ഞാൻ എന്തായാലും എൻ്റെ സബ്സ്ക്രിപ്ഷൻസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല പ്ലേയേഴ്സിൻ്റെ പക്ഷേ ഇറക്കുന്നില്ല. നിങ്ങളുടെ മെജോറിറ്റി എല്ലായിടത്തും ഉള്ളൊരു പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ ഒരു ടോപ്പ് സ്കോഡായിരിക്കും മെജോറിറ്റി ആൾക്കാരുടെ അടുത്തുണ്ടാകുക. പക്ഷെ പൈസ പൊട്ടിക്കുന്നവരുണ്ട്, കളിക്കുന്നവരുണ്ട്. വി ഡോണ്ട് കെയർ ഗൈസ്. നമ്മുടെ പൈസ ഇല്ല, പൊട്ടിക്കേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് മണി ഇൻ ഗെയിംസ്. നിങ്ങളുടെ അടുത്ത് പൈസ കൂടുതലാണെങ്കിൽ യു ക്യാൻ സ്പെൻഡ് ഫോർ യുവർ ഹാപ്പിനെസ്, ബട്ട് ഇറ്റ്സ് ടു റിസ്കി. കാരണം ആ ഒരു പൈസ മുടക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലെയറിനെ കിട്ടാതെ വന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ ഒരു 2000 മുടക്കി, നിങ്ങൾക്കൊരു പ്ലെയറിനെ കിട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥ ആലോചിക്കണം. ആ 2000 ഉറുപ്പിക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു? സുഖമായിട്ട് എത്ര മന്തി കഴിക്കാൻ, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക പൈസ വെച്ചിട്ട്. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് ആണ് അതിൽ. സോ ഒരിക്കലും ഞാൻ മണി സ്പെൻഡ് ചെയ്യരുതെന്ന് ഉറപ്പായി പറയുന്നില്ല. പക്ഷേ ദർ ഈസ് എ ലിമിറ്റ് ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു പൈസയും കൊണ്ട് ഒരു ഉപകാരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷെ പൈസ കൊണ്ട് ഉപകാരം ഇല്ലാത്ത ഒരാൾ ഈ ഒരു ഭൂമിയിലില്ല. സോ മണി നിങ്ങൾക്കിപ്പോൾ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് വ്യൂവർഷിപ്പിലും മോണിറ്റൈസേഷനിലൊക്കെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയില്ല. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷെ അത് നിങ്ങൾക്ക് വീട്ടുകാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ടാവും. ഓക്കെ, Tramini. നൈസ് കേട്ടോ. ഡബിൾ ടച്ച് ഷോട്ട് ചെയ്താൽ നമുക്കൊരു 80% ഗോൾ ചാൻസ് ഉള്ളൂ. പക്ഷെ നല്ലൊരു ഇതാണത്. നമുക്ക് ആ ഒരു പ്ലെയറിനെ ഒഴിവാക്കി ഗോൾ ജസ്റ്റ് സേവ് ചെയ്തത്. ഇവിടെ എനിക്ക് വേറെ ട്രിക്ക് ഉണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മെജോറിറ്റി 50% ആണ് ഈ ഒരു ട്രിക്കിന്. ഓക്കെ, നിങ്ങളൊരു പ്ലെയർ അതായത് 6 യാർഡിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, ടേക്കറിനെ മാറ്റുക, എന്നിട്ട് ഫസ്റ്റ് നിൽക്കുന്ന പ്ലെയറിന് കൊടുക്കുക, എന്നിട്ട് ഒരു ഫേക്ക് ടേൺ ഇടുക, ആ ബോളും ചിപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് അടിക്കും. ഇതാണ് സിമ്പിൾ ട്രിക്ക്. ഈ ട്രിക്ക് ഒരു 50% മാത്രമാണ്, ബട്ട് സ്റ്റിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രിക്കാണ്. ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. നമ്മൾ ഈ ഒരു മാച്ചിൽ ഒരു ഗോൾ സ്കോർ ചെയ്തെങ്കിലും നമ്മൾ ഡിഫൻസ് ബ്രേക്ക് ആകുന്നില്ല. കാരണം എന്താ? നമ്മൾ ഡിഫൻസ് വെച്ചിട്ട് പ്രഷർ ചെയ്യാൻ പോകുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. എനിക്കറിയാം ആ പ്ലെയർ അവിടെ ബാക്ക് വലിയെന്ന് പറയാം. അതുകൊണ്ടാണ് അവിടെ ഒരു കട്ട് ബാക്ക് കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഓഫ്റ്റർ പാസ് ആയിട്ട് പൊക്കി കൊടുത്താലേ മതി. പക്ഷെ ഇപ്പം അത് അത്ര വർക്കിംഗ് അല്ല. നമ്മൾ ഡിഫൻസ് ബ്രേക്ക് ആവാതെ അറ്റാക്കിങ്ങിൽ ഫോക്കസ് ചെയ്യുക, അതാണ് മെയിൻ. അവിടെയൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് മാക്സിമം ക്ലിയർ ചെയ്ത് കളിക്കും. കാരണം ഓപ്പോണന്റ് ഇപ്പോൾ അറ്റാക്കിങ് മൈൻഡില്ല. സോ നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത പാസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, അവർക്ക് അടിക്കാനുള്ള സ്പേസ് ഒഴിവാക്കിയിട്ട് അടിക്കാൻ പറ്റാത്ത അവസരത്തിൽ അടുപ്പിക്കുക. അത് നമ്മളുടെ ഗോൾ സേവ് ചെയ്യും. അതവിടെ നല്ലൊരു ബിൽഡപ്പ് ആയിരുന്നു. പക്ഷെ നമ്മൾ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ എംബാപ്പന്റെ ക്രോസ് ഭയങ്കര വീക്കാട്ടോ. ഇത് ഓപ്പോണിന്റെ മിസ്റ്റേക്ക് ആണ്. കാരണം ഗോൾ അടിക്കാനുള്ള നൈസ് സേവ്. പക്ഷെ അവിടെ ഒരു ഗോൾ സ്കോറുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഗോൾ ലൈൻ സേവായി മാറി. കൗലമാനി ഉള്ളവർക്കൊക്കെ നല്ല സഹായിക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. നല്ല രീതിക്ക് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, പാസ് ഇടുന്നുണ്ട്, റൺ എടുക്കുന്നുണ്ട്, ചെറിയ പ്രോഗ്രഷൻ പോലെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പാർട്ട് 2 വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്കൊരു പാർട്ട് 3 ആയിട്ട് ഇറക്കാം. സോ ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഒരു ബേസിക് സ്കോഡ് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ റാങ്കിൽ 2 മാച്ച് കളിച്ചു. നമുക്ക് 2 ജയമാണ് ഉണ്ടായത്, അതായത് വിന്നാണ് ഉണ്ടായത്.
സോ ഇതിപ്പോ ഏകദേശം ഫീച്ചർ സ്കോഡാണ്. അപ്പൊ എന്റെ അടുത്ത് കുറെ DMൽ വന്നിട്ട് എന്റെ അടുത്ത് എപ്പിക് ഇല്ല, ഒരു എപ്പിക് പോലും ഇല്ല. നമ്മളിപ്പോ കളിച്ചത് ഫ്രീ ആയി കിട്ടിയ പ്ലേയേഴ്സും പിന്നെ ഫീച്ചർഡ് കാർഡ് വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ സ്റ്റിൽ ഈ ഒരു ഗെയിം ജയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗെയിം ജയിക്കാനായിട്ട് പറ്റും. സോ ഇതിലൊരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരും എന്നുള്ള സത്യമാണ്. കാരണം നമുക്ക് സ്ക്രിപ്റ്റ് വരും, അതുപോലെ തന്നെ ലാഗ് വരും. ഇതൊക്കെ നിങ്ങൾ മാക്സിമം എന്താ ഈ ഒരു അവോയ്ഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലേയിൽ ഫോക്കസ് ചെയ്യണേ. നിങ്ങൾക്ക് നമ്മുടെ ഗെയിം തന്നെ ഒരുപാട് ചാൻസസ് തരുന്നുണ്ട്. നമുക്ക് ടൂർണമെന്റ്സ് വിൻ ചെയ്തിട്ട് നമുക്ക് വെളിയിൽ പോയി കളിക്കാനുള്ള അവസരങ്ങളൊക്കെ തരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഇവന്റ് വന്നിട്ടുണ്ട് ഇതില് ഓൾറെഡി. സോ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫുട്ബോൾ കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.